ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബലമാണ്. നമുക്ക് സുഹൃത്തുക്കൾ ഏറ്റവും നന്നായി ഉണ്ടാകണം. ആരും സുഹൃത്തുക്കളെ കട്ട് ചെയ്യരുത്. സുഹൃത്തുക്കൾ നന്നായിട്ട് വേണം. എത്രയോ സുഹൃത്തുക്കളുണ്ട് ഈ നാടുകളിൽ. ചിലപ്പോൾ ഒരു മനുഷ്യന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഉയർച്ചക്ക് ആ ഒരു ചെറിയ കൈത്താങ് വലിയ കാരണമാകും. ഞാൻ സ്കൂളിങ്ങനെ താഴ്ന്ന് പോകുമ്പോൾ ഒരു ദിവസം അവൻ എനിക്കൊരു കുറിപ്പ് തന്നു. സുന്ദരമായ കയ്യക്ഷരായിരുന്നു അവൻ. ഉസ്മാൻ കീടക്കല്ലൻ എന്നാണ് അവൻ്റെ ഹൗസ്. PO ഇരിങ്ങാട്ടിരി, വൈ മറ്റേ പെരിന്തൽമണ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഇടയ്ക്ക് കത്തെഴുതുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അവൻ എനിക്ക് കുറിച്ച് തന്നു. ലൈഫ് ഈസ് ലൈക്ക് എ ലുക്കിംഗ് ഗ്ലാസ്. ഇഫ് യു ഫ്രോൺ ഇറ്റ് വിൽ ഫ്രോൺ, ഇഫ് യു സ്മൈൽ ഇറ്റ് വിൽ സ്മൈൽ ബാക്ക്, സോ യു വിൽ ബി. ആദ്യമായിട്ട് ഞാൻ പഠിച്ച ഇംഗ്ലീഷിലെ കുറച്ച് ലോങ് ആയിട്ടുള്ളൊരു സാധനമാണ്. ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞാൽ Booker Washington was an American Negro. His mother was totally ignorant, but she had an ambition for her children. A large fond of good, had common sense എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ഇംഗ്ലീഷിലെ ഒരു വാക്ക് ലെങ്തി ആയിട്ട് അവൻ്റെ ആ വാക്കാണ് ഞാൻ ആദ്യം പഠിച്ചത്. ലൈഫ് ഈസ് ലൈക്ക് എ ലുക്കിംഗ് ഗ്ലാസ്. ഇഫ് യു ഫ്രോൺ ഇറ്റ് വിൽ ഫ്രോൺ, ഇഫ് യു സ്മൈൽ ഇറ്റ് വിൽ സ്മൈൽ ബാക്ക്. ജീവിതം ഒരു നോക്കുന്ന കണ്ണാടി പോലെ. ഞാനിങ്ങനെ 10ാം ക്ലാസ് വല്ലാണ്ട് ശ്രദ്ധിക്കാതെ പോയപ്പോൾ അവൻ എനിക്ക് തന്നൊരു കുറിപ്പാണ്. എന്ന് വെച്ചാൽ ജീവിതം ഒരു നോക്കുന്ന കണ്ണാടി പോലെയാണ്. ഇഫ് യു ഫ്രോൺ ഇറ്റ് വിൽ ഫ്രോൺ, അത് നിന്നോട് നീ അതിനോട് മുഖം ചുളിച്ചാൽ അത് നിന്നോട് മുഖം ചുളിക്കും. ഇഫ് യു സ്മൈൽ ഇറ്റ് വിൽ സ്മൈൽ ബാക്ക്, നീ അതിനോട് ചിരിച്ചാലോ അത് നിന്നോട് തിരിച്ചും ചിരിക്കും. അതുകൊണ്ട് ജീവിതം ഒരു കണ്ണാടി പോലെയാണെന്ന് നീ മനസ്സിലാക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് അത്തരത്തിലൊരു ആപ്തവാക്യം പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു. ഞാൻ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഓർക്കാറുള്ളത് എൻ്റെ ആ കൂട്ടുകാരനെയാണ്. ഒന്നിനും ഗതിയില്ലാതെ PMS എത്തിങ്ങാനയിൽ വന്നതാണ്. കറുത്ത് മെലിഞ്ഞ ഒരു പാവം പയ്യൻ. ഞാൻ പറയുന്നത് ഒരു ഫ്രണ്ടിന് വേണമെങ്കിൽ അങ്ങനെയും ഒരാളെ കൊണ്ടുപോകാം. ഞാൻ ജിദ്ദയിലൊരു പരിപാടിക്ക് പോയപ്പോൾ ബാക്ക് സീറ്റിലിരുന്നിട്ട് അവൻ ആ പരിപാടി കേട്ടു അത്രേ. പക്ഷെ എൻ്റെ മുമ്പിലേക്ക് വന്നില്ല. അവനെന്തോ, ഞാൻ അവനെക്കുറിച്ച് അന്ന് അവിടെ പ്രസംഗിച്ചു. പക്ഷെ അവനെ ഞാൻ കണ്ടിട്ടില്ല. അവൻ എന്നെ കണ്ടു, അവൻ പോയി. അതും അവന് കേൾക്കുന്നുണ്ടാവും ഈ ക്യാമറയിലൂടെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ അതെനിക്ക് വലിയ സങ്കടമായി. കാരണം എൻ്റെ പ്രസംഗം കേൾക്കാൻ വന്നു, പക്ഷെ എന്നെ കാണാൻ വന്നില്ല. ഞാനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ എന്ത് പണിയാ ചെയ്തേ? അവ പറഞ്ഞു, അത് ഞാൻ അവിടെ വന്നാൽ നിൻ്റെ ഉയർച്ചക്കൊക്കെ ഞാനാ കാരണമെന്ന് തോന്നിപ്പോകും. അത് വേണ്ടല്ലോ, ഞാനൊരു നിമിത്തമായ പോരെ, എന്തിനാണ് ഒരാളാകുന്നത്? സുന്ദരമായ മറുപടിയായിരുന്നു. ഞാനൊരു നിമിത്തമായ പോരെ, എന്തിനാ വെറുതെ ആളാകുന്നത്? ഇന്നും അവൻ അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സുഹൃത്ത് ഒരു പക്ഷേ ഒരു മനുഷ്യന്റെ ചെറിയ വളർച്ചയ്ക്കെങ്കിലും കാരണമാകാം. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ, സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബലമാണ്. നമുക്ക് സുഹൃത്തുക്കൾ ഏറ്റവും